മുംബൈയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോ ലൈൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മെട്രോ ലൈൻ രാജ്യത്തിന് സമർപ്പിക്കുക. ഭൂഗർഭ മെട്രോ ലൈനിന്റെ ആദ്യഘട്ടമായ 12.5 കിലോമീറ്ററാണ് ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുന്നത്. മുംബൈയുടെ ഗതാഗതക്കുരുക്കഴിക്കാൻ അടിസ്ഥാന വികസന രംഗത്തെ മെഗാ നിർമ്മിതികളിൽ അടുത്തതും തയ്യാർ. മുംബൈയുടെ സ്വന്തം ഭൂഗർഭ മെട്രോ, ദ അക്വ ലൈൻ. ആരെ കോളനി മുതൽ കൊളാബ് വരെ ഏതാണ്ട് 33.5 കിലോമീറ്റർ ദൂരമാണ് ഈ അക്വ ലൈൻ. അതിൻ്റെ ആദ്യഘട്ടമാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അതായത് ആരെ കോളനി മുതൽ BKC വരെ 12 കിലോമീറ്റർ ദൂരം. ആകെ 10 സ്റ്റേഷനുകളാണ് ആദ്യഘട്ട മെട്രോയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. റോഡ് മാർഗം ഇത്രയും ദൂരം താണ്ടാൻ ഏതാണ്ട് 1 മണിക്കൂർ സമയമെടുക്കുമെങ്കിൽ മെട്രോയിൽ ആ സമയം വെറും 22 മിനിറ്റായി കുറയും. 85 കിലോമീറ്റർ വേഗത്തിലാണ് മെട്രോ പരമാവധി സഞ്ചരിക്കുക. ഒൻപത് ട്രെയിനുകളാണ് അക്വ ലൈനിൽ സർവീസ് നടത്തുക. ദിവസവും 96 ട്രിപ്പുകൾ. 6 ലക്ഷത്തിലധികം യാത്രക്കാരെയാണ് പ്രതിദിനം പ്രതീക്ഷിക്കുന്നത്. മെട്രോ ഓടിക്കാൻ ക്യാപ്റ്റന്മാർ തയ്യാറാണ്. 48 പേർ. അതിൽ 10 പേർ വനിതകളാണ്. രാവിലെ 6:30 മുതൽ രാത്രി 10:30 വരെയാണ് സർവീസ്. മെട്രോ ലൈൻ 3 അഥവാ അക്വ ലൈനിന് ചെലവിടുന്ന തുകയെക്കുറിച്ച് ഇനി നമുക്ക് പറയാം. ഏതാണ്ട് 23,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ചാണ് ഈ നിർമ്മാണം തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ചെലവ് 37,000 കോടിയും കടന്നു. അടുത്ത മാർച്ചോടെ 2ാം ഘട്ടവും പ്രവർത്തനം തുടങ്ങാനാണ് ശ്രമം. നിലവിലുള്ള മെട്രോ ലൈനുകൾക്കൊപ്പം അക്വ ലൈൻ കൂടി തയ്യാറാവുന്നതോടെ നിരത്തിലെ തിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിക്കാം. യാത്രക്കാരുടെ എണ്ണം കൊണ്ട് സബർബൻ സർവീസുമായി താരതമ്യം അർഹിക്കുന്നില്ലെങ്കിലും മുംബൈക്കാരുടെ ദീർഘകാല സ്വപ്നമാണ് സജീവമായ മെട്രോ ലൈൻ. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.